ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജീവന്റെ വീടാണ്. സുജാതയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ജ്യോതിയാണ് കാണിക്കുന്നത്. എന്റെ എല്ലാ പ്രതീക്ഷയും ഇവളിലായിരുന്നു, അതാണ് ഇപ്പൊ തകർന്നതെന്ന് സുജാത പറയുന്നു. അതേസമയം വിഷമത്തോടെ നിൽക്കുന്ന സാറയുടെ അടുത്തേക്ക് ചെന്ന് സുജാത പറയുകയാണ്, നീയല്ലേ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്നും ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ആണ് പെണ്ണ് അങ്ങനെയൊന്നുമില്ലെന്ന്, എന്നിട്ടിപ്പോ എന്താ സംഭവിച്ചത്? നീയല്ലേ അവരെ കൂടെ താമസിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സാറയ്ക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ് സുജാത. അതേസമയം വിഷ്ണുവിന്റെ പിന്നാലെ ഓടുന്ന ജീവനെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സുജാതയാണ്. സുജാത ജ്യോതിയോട് പറയുകയാണ്, നമുക്ക് എന്താണെങ്കിലും ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകണം, അവനെതിരെ എന്താണെങ്കിലും പരാതി കൊടുക്കണം, അവനെ വെറുതെ വിടാനേ പാടില്ല എന്നൊക്കെ സുജാത പറയുമ്പോ സാറയും അത് ശരിവെക്കുകയാണ്. അതെ ആന്റി, കിട്ടാവുന്നതിന്റെ പരമാവധി ശിക്ഷ തന്നെ അവന് വാങ്ങിക്കൊടുക്കണം. അവൻ ചെയ്ത പാപത്തിന് അവൻ ചത്താലും പരിഹാരമാകാൻ പോകുന്നില്ല എന്നൊക്കെ ദേഷ്യത്തോടെ പറയുകയാണ് സാറ. ഇത് കേൾക്കുന്ന ജ്യോതി പറയുകയാണ്, അവനെതിരെ കേസ് കൊടുത്ത് അവൻ ചെയ്യില്ല എന്ന് കരുതി എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ലല്ലോ. നാട്ടുകാരെല്ലാം എന്നെ ആ കണ്ണോടെ ആയിരിക്കും നോക്കുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെ പ്രതിവിധി ഒന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ മരിക്കണം. ഞാൻ ചത്താൽ മാത്രമേ ഇതിന് പരിഹാരം കാണൂ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ജ്യോതി. തുടർന്ന് എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞ് സമനില തെറ്റിയവരെ പോലെ പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുകയാണ് ജ്യോതി. നിത്യയും സുജാതയും സാറയും ചേർന്ന് ജ്യോതിയെ പിടിച്ചു വെക്കുമ്പോൾ എനിക്ക് മരിക്കണമെന്ന് ഒരു ഭ്രാന്തിയെപ്പോലെ അലറുകയാണ് ജ്യോതി. തുടർന്ന് ജ്യോതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സുജാത പറയുകയാണ്, നിനക്ക് അമ്മയെ വിട്ടു പോണോ? എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ചാകാം. നീ ഇല്ലാത്ത ലോകത്ത് അമ്മയ്ക്കും ജീവിക്കണ്ടെന്ന് സുജാത പറയുമ്പോൾ സുജാതയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് ജ്യോതി. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് ഓടിക്കേറിയിരിക്കുന്ന വിഷ്ണുവിനെയാണ്. അതേസമയം വിഷ്ണുവിന്റെ പിന്നാലെ തന്നെ വരുന്ന ജീവൻ വിഷ്ണു കഥ കടക്കുന്നതിന് മുന്നേ തന്നെ ഓടി അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് വിഷ്ണുവിനെ പൊതിരെ തല്ലുന്ന ജീവനെയാണ് കാണിക്കുന്നത്. നീ എന്തിനാ എന്റെ വീട്ടിലേക്ക് വന്നത്? മര്യാദയ്ക്ക് എന്തിനാണെന്ന് പറഞ്ഞാൽ നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞ് ജീവൻ വിഷ്ണുവിനെ തല്ലിക്കൊണ്ടേയിരിക്കുന്നു. സത്യം പറഞ്ഞോടാ, ഇല്ലെങ്കിൽ നിന്നെ ഞാനെന്ന് പറഞ്ഞ് വീണയെടുത്ത് വിഷ്ണുവിനെ തല്ലാനൊരുങ്ങുമ്പോ വിഷ്ണു പറയുകയാണ്, വേണ്ട, ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാം. തുടർന്ന് വിഷ്ണു പറയുകയാണ്, നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഞങ്ങൾ തമ്മിൽ എല്ലാം നടന്നു. ഇത് കേൾക്കുന്ന ജീവൻ പൊട്ടിച്ചിരിക്കുന്നു. ഇത് കേൾക്കുന്ന ജീവൻ പറയുകയാണ്, ഇതാണ് എനിക്ക് കേൾക്കേണ്ടിയിരുന്നത്. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എന്റെ പെണ്ണിനെ തൊട്ടിട്ട് നീ ഇനി ജീവനോടെ ഇരിക്കണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ജീവൻ. പെട്ടെന്ന് തന്നെ മനുവും ഒരു കൂട്ടുകാരനും കൂടി അങ്ങോട്ടേക്ക് ഓടി വരികയും ജീവനെ പിടിച്ച് മാറ്റുകയും ചെയ്യുന്നു. ആ സമയത്ത് തന്നെ വിഷ്ണു പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ വിഷ്ണു ടെറസിന്റെ മുകളിലേക്കാണ് പോകുന്നത്. തുടർന്ന് ജീവൻ പിന്നാലെ ചെല്ലുകയും വിഷ്ണുവിനെ ടെറസിന്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. അങ്ങനെ വിഷ്ണു മരിക്കുകയാണ്. അത് കണ്ട് സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുന്ന ജീവനെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മനു ജീവന്റെ വീട്ടിലേക്ക് ഓടി ചെല്ലുന്നതാണ്. സാറേച്ചി അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം സാറയോടും മറ്റുള്ളവരോടും പറയുകയാണ് മനു. എല്ലാം കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. എല്ലാവരും സാറയുടെ വീട്ടിലേക്ക് ഓടുന്നതാണ് കാണിക്കുന്നത്. അതേസമയം അടുത്തതായി കൊല്ലേണ്ടത് നിത്യയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നിത്യയുടെ പേര് തറയിൽ എഴുതുകയാണ് ജീവൻ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.